തിന്മ ചെയ്യരുത് എന്ന് പറയുന്നതും സ്വതക്കയാണ്. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഒരു മുള്ളെടുത്തു മാറ്റുന്നതും സ്വതക്കയാണ്. വൽ അളുമ, ഒരു എല്ല് എടുത്തു മാറ്റുന്നത്. വൽ ഹജറ, ഒരു കല്ല് റോഡിൽ നിന്ന് എടുത്തു മാറ്റുന്നതും സ്വതക്കയാണ്. കണ്ണ് കാണാത്ത കുരുടന്, കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുന്നതും സ്വതക്കയാണ്. സംസാരിക്കാൻ പറ്റാത്തവർക്ക്, ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കുന്നതും സ്വതക്കയാണ്. ഒരു ഉപകാരം അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്ക് ആ ഉപകാരം എവിടെ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതും സ്വതക്കയാണ്. സഹായം ആവശ്യമായി വരുന്നവരുടെ വീട്ടിലേക്ക് നീ നടന്നു പോകുന്നത്, കാലുകൊണ്ട് നടന്നെടുക്കുന്നതും ദാനമാണ്, സ്വതക്കയാണ്. പാവപ്പെട്ട ഒരാൾക്ക് നിങ്ങളുടെ കായബലം കൊണ്ട്, ആരോഗ്യം കൊണ്ട് എന്തെങ്കിലും പൊക്കി കൊടുക്കുന്നതോ എടുത്തു വെച്ച് കൊടുക്കുന്നതോ, നമ്മൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന സ്വതക്കകളാണ് ഇതൊക്കെയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്തുള്ളവർക്ക് മാത്രമല്ല, സമ്പത്തില്ലാത്തവർക്ക് പോലും 1000 സ്വതക്കയുടെ വഴികൾ വെട്ടിത്തുറന്ന് കാണിച്ചു തന്നിരിക്കുക കാരുണ്യത്തിൻ്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം. റെക്കമെൻഡ് ചെയ്യാന്ന് പറയില്ലേ, അറബികളൊക്കെ ധാരാളം ചെയ്യുന്ന സംഗതിയാണത്. വാസ്താക്ക എന്ന് പറയും, ഇത് സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇശ്ഫഉ തുജറു, നിങ്ങൾ ഷഫാഅത്ത് ചെയ്യണം. നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയില്ല, നിങ്ങൾ പറഞ്ഞാലേ ആളത് ചെയ്തു കൊടുക്കുമെങ്കിൽ ഇശ്ഫഉ, നിങ്ങൾ ശുപാർശ ചെയ്യണം. തുജറു, നിങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ്റെ തിരു റസൂലിലൂടെ അള്ളാഹു നടപ്പാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ഷഫാഅത്ത് ചെയ്യണം, നിങ്ങൾ ഷഫാഅത്ത് ചെയ്യണം. അവിടെ നിന്ന് പറയുമായിരുന്നു, അബ്ലിഗൂനി ഹാജത മൻ ലാ യസ്തതിഉ ഇബ്ലാഗ. സ്വഹാബികളെ, ചില ആളുകൾക്ക് പല ആവശ്യങ്ങളും കാണും, അത് എന്നോട് ഒന്ന് പറയാൻ അവർക്ക് സാധിച്ചില്ലെന്ന് വരും. അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എന്ന് പറയുമായിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയുടെ വഴികൾ ഇങ്ങനെ കാണിച്ചു തരാ, സ്വർഗത്തിലേക്കുള്ള വഴികൾ ഇങ്ങനെ തുറന്നു തരാ. ആ വഴികളിൽ ഏറ്റവും വലുത് നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച്, നമ്മുടെ ശരീരം ഉപയോഗിച്ച്, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് ദാനം ചെയ്യുന്നത്. അതിൻ്റെ വിവിധങ്ങളായ വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഒരു കഥ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. അന്ന് ബരീറ എന്ന് പറയുന്നൊരു പെണ്ണിൻ്റെ ഭർത്താവ് മുഗീസ് എന്ന് പറഞ്ഞ സുഹാബി. ബരീറ സുന്ദരിയായിരുന്നു, ബരീറ അടിമയായിരുന്നു. പക്ഷെ അവർക്ക് മോചനം ലഭിച്ചു. തൻ്റെ ഭർത്താവ് മുഗീസ് അടിമയായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഭാര്യ സ്വതന്ത്രയാണ്, ഭർത്താവ് അടിമയാണ്. അവിടെ വേണമെങ്കിൽ അവർക്ക് തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാം, വേണ്ടെന്ന് വെക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ കാണുന്ന മുഗീസിനാണെങ്കിലോ ബരീറയോട് വല്ലാത്ത സ്നേഹം. ബരീറ തൻ്റെ മക്കളുടെ ഉമ്മയാണ്, ബരീറയോട് വല്ലാത്ത സ്നേഹമുണ്ട് മഹാനായ മുഗീസ് റളിയല്ലാഹു അൻഹുവിന്. മുഗീസ് ആണെങ്കിലോ, യാ ബരീറ, അല്ലയോ ബരീറ, നീ എന്നെ വേണ്ടാന്ന് പറയല്ലേ, യാ ബരീറ, എന്നെ വേണ്ടെന്ന് പറയല്ലേ, എന്നോട് ഇഷ്ടമില്ലെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് ബരീറയുടെ പിന്നാലെ മുഗീസ് എന്നവർ നടക്കുന്ന കാഴ്ച കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചോദിച്ചു, ഇബ്നു അബ്ബാസ്, അല്ലയോ ഇബ്നു അബ്ബാസ്, അലാ തഅജബ്, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? മിൻ ഹുബ്ബി മുഗീസിൻ ബരീറ, ബരീറയെ മുഗീസ് സ്നേഹിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ ഇബ്നു അബ്ബാസ്? ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയെ. ബരീറയോട് എന്തൊരു സ്നേഹമാണ് മുഗീസിന്. അവർ ഭാര്യയും ഭർത്താവുമാണ്, അല്ലാതെ പ്രേമത്തിൻ്റെ കഥയല്ല ഈ പറയുന്നത്. അവർ ഭാര്യയും ഭർത്താവുമാണ്. ബരീറ സ്വതന്ത്രയാണ്, ഭർത്താവ് മുഗീസ് എന്നവർ അടിമയാണ്. ബരീറ പറഞ്ഞു, അടിമയായ ഭർത്താവ് എനിക്ക് വേണ്ട എന്ന്. പക്ഷേ മുഗീസിന് ഭയങ്കര സ്നേഹമാണ്.
ബരീറക്കാണെങ്കിലോ മുഗീസിനെ കണ്ടുകൂടാ, അത്രക്ക് ദേഷ്യവുമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബരീറയെ കണ്ട് ചെന്ന് പറയുന്നു, ലൗ റാജഅതീഹി ബരീറ, നിങ്ങളുടെ ഭർത്താവ് മുഗീസിനെ നിങ്ങൾക്ക് തിരിച്ചെടുത്തുകൂടെ? ഫഇന്നഹു അബൂ വലദികി, നിങ്ങളുടെ മക്കളുടെ വാപ്പയല്ലയോ ബരീറ? മുഗീസ് എന്നവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാപ്പയല്ലേ? ആ വാപ്പയെ വേണ്ട എന്ന് പറയണോ? ഖാലത്ത്, പെണ്ണ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, തഅ്മുറുനി, നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ? ഇത് അങ്ങയുടെ ആജ്ഞയാണോ? ഖാല ഇന്നമാ അശ്ഫഉ, ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ബരീറ മുഗീസിന് വേണ്ടി ഒരു ശുപാർശ ചെയ്യുന്ന ആളാണ്. നിങ്ങളോട് മുഗീസിനെ തിരിച്ചെടുക്കണമെന്ന് കൽപ്പിക്കുകയല്ല, മുഗീസിന് വേണ്ടി ഞാൻ ഒരു റെക്കമെൻഡ് ചെയ്യുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു. നബിയെ, കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാം, പക്ഷേ അങ്ങയുടെ കൽപ്പനയല്ലെങ്കിൽ എനിക്കവരെ വേണ്ട നബിയേ എന്ന് ബരീറ പറഞ്ഞു മുഗീസ് എന്നവരെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇശ്ഫഉ തുജറൂ, നിങ്ങൾ ഒരാൾക്ക് ശുപാർശ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, അതൊരു സ്വതക്കയാണ്. ഇത് കാണിച്ചു തരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ പാവപ്പെട്ടവരെ സഹായിക്കല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അമൽ അതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ജനങ്ങൾക്ക് സഹായം ചെയ്യലും അവർക്ക് സന്തോഷം കൊടുക്കലുമാണെന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുന്നാസി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിന് സന്തോഷം നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ അതിനോളം പുണ്യമായ മറ്റു കർമ്മമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തക്ഷിഫ് അൻഹു കുർബതൻ ഔ തഖ്ദി അൻഹു ദൈനൻ, ഒരു മുസ്ലിമിന്റെ പ്രയാസം നിങ്ങൾ നീക്കി കൊടുക്കുകയോ, ഔ തഖ്ദി അൻഹു ദൈനൻ, ഒരു മുസ്ലിമിന്റെ കടം നിങ്ങൾ വീട്ടി കൊടുക്കുകയോ ചെയ്താൽ, ഔ തതുറുദു അൻഹു ജൂഅ, ഒരു നേരത്തെ വിശപ്പ് നിങ്ങൾ അകറ്റി കൊടുക്കുകയും ചെയ്താൽ, ഇതൊക്കെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. വല അൻ അംശിയ മഅ അഖിൽ മുസ്ലിമി ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റാ, ഒരു പാവപ്പെട്ടവനായ ഒരു വിശ്വാസിയുടെ കൂടെ അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ അവരുടെ കൂടെ നടന്നു പോകലാണ് എൻ്റെ ഈ മസ്ജിദിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനിയും ഇമാം ഇബ്നു അബി ദുന്നയും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് സബബുൽ ലിൽ മഗ്ഫിറ. എന്തേ കാരണം എന്നറിയോ? നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും, പാപങ്ങൾ പുറത്തു തരും. അതുകൊണ്ടാണ് അവിടുന്ന് പറയുമായിരുന്നത്, അബ്ലിഗൂനി ഹാജത മൻ ലാ യസ്തതിഉ ഇബ്ലാഗി ഹാജത. ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങൾ കാണും, അതൊക്കെ അറിയാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് സ്വഹാബികളെ, ഏതെങ്കിലും ഒരാൾക്ക് മദീനയിൽ എവിടെയെങ്കിലും പാവപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാളുടെ ആവശ്യം എന്നെ നിങ്ങൾ വന്ന് അറിയിച്ചു തരണം. ഞാനതറിയാതെ പോയേക്കാം, നിങ്ങളത് അറിയിച്ചു തരണേ. ഫഇന്നഹു മൻ അബ്ലഗ സുൽത്താനൻ ഹാജത മൻ ലാ യസ്തതിഉ ഇബ്ലാഗഹാ ഇയ്യാ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആവശ്യം ഉത്തരവാദപ്പെട്ട ഒരാളെ നിങ്ങൾ ചെന്നറിയിച്ചു കൊടുത്താൽ, സബ്ബതല്ലാഹു ഖദമൈഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നിങ്ങളുടെ രണ്ട് കാലുകളും അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ സ്വലാത്തുൽ ഹാജത്തുണ്ട് ഇസ്ലാമിൽ. സ്വലാത്തുൽ ഹാജ, നമ്മൾ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? സ്വലാത്തുൽ ഇസ്തിഖാറ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, അത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കൺഫ്യൂഷൻ വന്നു. രണ്ട് വിഷയം, ഈക്വൽ ചോയ്സ്, ഏത് വേണമെന്നറിയുന്നില്ല. അതിൽ അള്ളാഹുവിൽ നിന്നൊരു സഹായം കിട്ടാൻ സ്വലാത്തുൽ ഇസ്തിഖാറയുണ്ട്.
2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇസ്തിഖാറത്തിന്റെ ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വസ്തഖ്ദിറുക ബിഖുദ്റതിക വസ്അലുക മിൻ ഫദ്ലികൽ അദീം എന്ന് തുടങ്ങുന്ന ഇസ്തിഖാറത്തിന്റെ ദുആ.